ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചാമ്പയ്ക്ക അച്ചാറാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിലെ ചാമ്പമരമാണ്. ചാമ്പയ്ക്കെല്ലാം നല്ല പഴുത്ത് നിൽക്കുകയാണ്. 2 ദിവസവും കൂടെ കഴിഞ്ഞാൽ ഈ ചാമ്പയ്ക്കെല്ലാം വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മളിത് വേസ്റ്റ് ആക്കി കളയാതെ ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നതാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവരൊക്കെ നമ്മുടെ നാടും നാട്ടിലെ രുചികളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ചാമ്പയ്ക്ക എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വേസ്റ്റ് കളയണം. ഈ ചാമ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സീഡ്ലെസ് ചാമ്പയാണ്. കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്ക വെച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് ചാമ്പയ്ക്ക അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായി നമുക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. വെളുത്തുള്ളി ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയുടെ മണമെല്ലാം ഈ എണ്ണയിൽ നല്ലപോലെ വരാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ കുറച്ച് അച്ചാറേ ഇടുന്നുള്ളൂ. ഒരുപാട് നാൾ സൂക്ഷിക്കാനാണെങ്കിൽ നമുക്ക് ഉള്ളി നല്ലപോലെ കടുക് വറുത്ത് എടുത്തിട്ടിട്ടാൽ മതി. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് അച്ചാറിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചാമ്പയ്ക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കാം മുളക് പൊടി. അടുത്തായിട്ട് എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിതിൽ പ്രത്യേകിച്ച് അച്ചാർ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അച്ചാറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചാമ്പയ്ക്ക അരിഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പുകൂടി ഇട്ട് വയ്ക്കാം. നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരുപാട് വെള്ളം ചേർത്ത് വെക്കുന്നില്ല. ചാമ്പയ്ക്ക അച്ചാർ എങ്ങനെ ഇട്ടാലും ടേസ്റ്റാണ്. വെള്ളമില്ലാതെ നമ്മൾ കടുമാങ്ങ അച്ചാർ ഇടുന്ന കൂട്ടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ചാമ്പയ്ക്ക സീസൺ ആകുമ്പോൾ ആ മരം നിറച്ചും ചാമ്പയ്ക്കായിരിക്കും. പിന്നെ നോക്കുമ്പോൾ മുറ്റം നിറച്ചും ചാമ്പയ്ക്ക പഴുത്ത് വീണ് കിടക്കും, വേസ്റ്റായി പോകത്തതേ ഉള്ളൂ. നമുക്ക് ചാമ്പയ്ക്ക വെച്ച് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റും. ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കാൻ പറ്റും. ഇത് അതുപോലെ ഉപ്പിലിട്ട് വയ്ക്കും. മാങ്ങ ഉപ്പിലിടുന്നത് പോലെ ചാമ്പയ്ക്ക ഉപ്പിലിട്ട് വയ്ക്കും. അതുപോലെ ഈ അച്ചാർ നല്ലൊരു റെസിപ്പിയാണ്. മാങ്ങയുടെ എല്ലാം കൂട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് ചാമ്പയ്ക്ക അച്ചാറും. നമ്മൾ ഇത്രയും വേസ്റ്റ് ആക്കി കളയാതെ നമുക്ക് വേണമെങ്കിൽ വാട്ടി അച്ചാർ ഇട്ട് വയ്ക്കാം. വെയിലത്ത് വാട്ടി, ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, വെയിലത്ത് ഉണക്കി നമുക്ക് അച്ചാറിടാം. ഇതിപ്പോൾ നമുക്ക് കുറച്ചേ ചാമ്പയ്ക്ക ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ അച്ചാർ ഇട്ട് വെച്ചു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഉലുവയും ചേർക്കാം, ഉലുവാപ്പൊടിയും ചേർക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു